ദീപം തെളിഞ്ഞു അൾത്താരയൊരുങ്ങുകയാ. വരുവിൻ ഒന്നാ ജീവന്റെ ബലിയേകാ. ദീപം തെളിഞ്ഞു അൾത്താരയൊരുങ്ങുകയാ. വരുവിൻ ഒന്നാ ജീവന്റെ ബലിയേകാ. ഒരു മനസ്സാകാം, ഒരുമയിൽ ചേരാം, യേശുവിൻ ബലിയേകാം. നവ്യമായി നൽകാം യേശുവിനായി എൻ്റെ ജീവിതവും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രഭണിതം. കർത്താവേ, ഞങ്ങളോട് അങ്ങ് ചെയ്തവയെല്ലാം ഉചിതമായ വിധിയോടുകൂടി ആയിരുന്നു. എന്തെന്നാൽ അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്യുകയും അങ്ങേ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങേ നാമത്തിന് മഹത്വം നൽകുകയും അങ്ങേ അനന്ത കാരുണ്യമനുസരിച്ച് ഞങ്ങളോട് പ്രവർത്തിക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, പാപികളായ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് വിളിച്ചപേക്ഷിക്കുകയാണ്. ഈ ദിവ്യ ബലിയിലൂടെ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണം. കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരുന്നു. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർക്കാം. കർത്താവിനോട് മാപ്പ് ചോദിക്കുന്ന സമയമാണിത്. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നിങ്ങളെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ.
സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിപൂർണമായി മാപ്പ് നൽകുന്നതിലും കരുണ കാണിക്കുന്നതിലുമാണല്ലോ അങ്ങേ ശക്തി മഹാത്മ്യം അങ്ങ് പ്രകടമാക്കുന്നത്. ഞങ്ങളുടെ മേൽ അങ്ങേ കൃപ വർദ്ധമാനമാക്കണമേ. അങ്ങനെ അങ്ങേ വാഗ്ദാനങ്ങളിലേക്ക് ഓടിയണഞ്ഞ് സ്വർഗീയ നന്മകളിൽ പങ്കാളികളാക്കാൻ ഇടയാക്കണമേ. കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 18-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: കർത്താവിൻ്റെ വഴി നീതിപൂർവകമല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഭവനമേ, കേൾക്കുക. എൻ്റെ വഴി നീതിപൂർവകമല്ലേ? നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത്? നീതിമാൻ തൻ്റെ നീതിമാർഗം വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മകൾ നിമിത്തം അവൻ മരിക്കും. അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം അവൻ മരിക്കും. ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തൻ്റെ ജീവൻ രക്ഷിക്കും. താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്ന് പിന്മാറിയാൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. അനുസ്മരിക്കണമേ. കർത്താവെ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ.
എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിന് അനുസൃതമായി കാരുണ്യപൂർവ്വം എന്നെ അനുസ്മരിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതി മാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സല്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 21, 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ അനുതപിച്ചു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അക്കാലത്ത് യേശു പ്രധാനാചാര്യന്മാരോടും പ്രമാണികളോടും ചോദിച്ചു, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു. എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇതുതന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ
വിശ്വസിക്കാത്തക്ക വിധം അനുതപിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്കും സ്തുതി. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ദൈവം ഇഷ്ടപ്പെടുന്നത് അധര വ്യായാമം അല്ല, പക്ഷേ പ്രവൃത്തി സേവയാണ്. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഇന്നത്തെ സുവിശേഷത്തിലെ മുന്തിരിത്തോട്ടം ഉടമയുടെ 2 ആൺമക്കളും 2 സമീപനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ മകൻ സ്വർഗത്തിൽ പ്രവേശിക്കയില്ല എന്ന് വിധി എഴുതപ്പെട്ട വേശ്യകളുടെയും ചുങ്കക്കാരുടെയും പ്രതീകമാണ്. അവൻ ആദ്യം പിതാവിൻ്റെ ആവശ്യം നിരാകരിക്കുകയും പിന്നീട് പശ്ചാത്തപിച്ച് തോട്ടത്തിൽ പണിയെടുക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ നിയമം ശരിക്കറിയാവുന്ന ഫരിസേയരെയും നിയമജ്ഞരെയും പോലെ സാബത്ത് ലംഘനം അത് ചെയ്യാതെ കൃത്യമായിട്ട് എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. അവരെ പോലെ ആണ്. അവർ അധരസേവനം നടത്തുന്നു, എന്നാൽ പ്രവൃത്തിയിൽ വളരെ പുറകോട്ടാണ്. എന്നാൽ ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥത അവർക്കില്ല. ദൈവഹിതം മറന്നുകൊണ്ട് അവർ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നുണ്ട്, ആധുനിക ലോകത്തിൽ മനുഷ്യരുടെ പരിച്ഛേദമാണ് രണ്ടാമത്തെ പുത്രൻ. ഈ ലോകം പറഞ്ഞു പറ്റിക്കലിൻ്റെ ലോകമാണ്. പറ്റിച്ചേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നവർക്ക് ഒരു മനസാക്ഷി ഖേദവുമില്ല. ചതിക്കപ്പെട്ടവരുടെ ദുഃഖവും അവർക്ക് പ്രശ്നമല്ല. ഒന്നാമത്തെ മകൻ പശ്ചാത്താപം അവൻ്റെ മുഖമാണ്. യേശു കാട്ടിത്തരുന്നത് അതാണ്. ചുങ്കക്കാരും വേശ്യകളും ആണ് അന്നത്തെ പരസ്യ പാപികൾ. സ്വർഗരാജ്യം അവർക്കൊരിക്കലും ലഭിക്കയില്ല എന്ന് വിശ്വസിച്ചിരുന്നു. വേശ്യയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമം പറഞ്ഞിരുന്നത്. അവളുടെ വേതനം ദേവാലയ ഭണ്ഡാരത്തിൽ ഇടരുത് എന്ന് നിഷ്കർഷിക്കുന്നു. ചുങ്കം പിരിക്കുന്നവരും യഹൂദരുടെ ദൃഷ്ടിയിൽ പാപികളാണ്. യഹൂദരാരും ചുങ്കം പിരിക്കുന്ന ജോലിയിലേക്ക് കടന്നു വരരുത് എന്നാണ് യഹൂദ ഗുരുക്കന്മാർ പറഞ്ഞിരുന്നത്. ചുങ്കക്കാരനെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന പദങ്ങളാണ് കൊള്ളക്കാരൻ, പിടിച്ചുപറിക്കാരൻ, തെമ്മാടി. വളരെ നികൃഷ്ടമായ ഒരു ജോലിയായിട്ടാണ് അത് കണ്ടിരുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവനാമം വിളിക്കാത്ത ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്നു. എന്നാൽ ഒരു ചുങ്കക്കാരൻ ഒരിക്കലും സ്വർഗത്തിലേക്ക് എത്തിച്ചേരുകയില്ല എന്നാണ് യഹൂദ റബ്ബിമാർ പറയുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ ഈശോ ചുങ്കക്കാരെയും പാപികൾ വേശ്യകളെയും കണ്ടുകൊണ്ട് പറയുകയാണ്, അവരായിരിക്കും ആദ്യം ദൈവരാജ്യത്തിൽ എത്തിച്ചേരുന്നത് എന്ന്. എന്നാൽ ഫരിസേയരും നിമഗ്നരും മിക്കവാറും എത്തിച്ചേരുകയില്ല എന്ന് പറയുന്നു. തെറ്റ് ചെയ്യുന്നവരെ ക്രൂരമായി ശിക്ഷിക്കുന്ന നീതിപീഠമല്ല ദൈവത്തിൻ്റേത്. അവൻ്റെ വക്കീലന്മാർ അനുതാപത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് നൽകുന്നത്. ചുങ്കക്കാരിയെയും പാപികളെയും എങ്ങനെയെങ്കിലും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ടാണ് അവർ നോക്കുന്നത്. കാരണം ദൈവരാജ്യമാണ് ലക്ഷ്യം. ആ ദൈവരാജ്യത്തിൽ എല്ലാവരും എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഈശോയുടെ മനോഭാവം ഇതായിരിക്കും. തെറ്റ് ചെയ്യുന്നത് മാനുഷികമാണ്, എന്നാൽ തിരുത്തുന്നത് ദൈവീകവുമാണ്.
ആ മനോഭാവത്തിലാണ് ഈശോ പോകുന്നത്. തെറ്റുകളെ തിരുത്താൻ തയ്യാറാകുന്നവരെ കർത്താവായി ഈശോ സ്വീകരിക്കുന്നു, ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ പുത്രൻ പിതാവിനെ മറുതലിച്ച് പറയുന്നുവെങ്കിലും മാനസാന്തരപ്പെട്ട് അവൻ്റെ ഹിതം നിറവേറ്റുന്നതിലേക്ക് കടന്നു വരുന്നു. എന്തുകൊണ്ടാണ് ആ മകൻ ആദ്യം വിസമ്മതിക്കുന്നത്? മുന്തിരിത്തോട്ടത്തിൽ പോയി മുന്തിരിക്കലകൾ പറിച്ച് അത് വീഞ്ഞ് ആക്കി മാറ്റി കുടിക്കുവാനായിട്ടല്ല ഉടമസ്ഥൻ ആഗ്രഹിച്ചത്. എന്താണ് ആഗ്രഹിച്ചത്? ആ അപ്പൻ ആഗ്രഹിച്ചത് തൻ്റെ മകൻ മുന്തിരിത്തോട്ടത്തിലേക്ക് പോവുകയും മുന്തിരിച്ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയും വളം കൊടുക്കുകയും ഒക്കെ ചെയ്യുക, അത് വെട്ടി ശരിയാക്കുക, ഇതൊക്കെ ആണ് അപ്പൻ ആഗ്രഹിച്ചത്. ആ പുത്രൻ എന്താണ് പശ്ചാത്തപിച്ചപ്പോൾ ഞാൻ അത് ചെയ്തു കൊള്ളാം, അങ്ങനെ ആ പുത്രൻ മുന്തിരിത്തോട്ടത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോകുന്നത് അങ്ങനെയുള്ളവരാണ്. ദൈവരാജ്യം സ്വന്തമാക്കുന്നതിന് കഠിനാധ്വാനം ആവശ്യമാണ്. ദൈവസന്നിധിയിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ വളരെയധികം അധ്വാനിച്ചാൽ മാത്രമാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ഈശോ പറയുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവരാജ്യം നമ്മളിലേക്ക് കടന്നു വരുന്നു. മെഴുക് സൂര്യൻ്റെ ചൂടിൽ ഉരുകി ദ്രാവകമാകുമ്പോൾ എന്താണ്? ചെളി അതേ ചൂടിൽ ഉറഞ്ഞ് കട്ടയാകുന്നു. അതാണ് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നത്. അനുതാപിയുടെ ഹൃദയം ഈശോയുടെ സ്നേഹാജ്ഞയിൽ ഉരുകി പുതു സൃഷ്ടിയാകുമ്പോൾ അഹങ്കാരിയുടെ ഹൃദയം കൂടുതൽ കഠിനമാകുന്നു. തെറ്റുകളെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാകാം. അവ ഈശോയുടെ സ്നേഹ ഉലയിൽ ഉരുകി പദം വന്ന് ശരിയാകട്ടെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിൽ മാറ്റങ്ങൾ വരുത്താമോ, ദൈവരാജ്യത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസൂതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നുറൂഹായാൽ ധന്യ ശരീരമെടുത്തു
നരനായി പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാ പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറിയിരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായിൽ. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാത്തോലിക്ക അപ്പോസ്തോലിക സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർ ഉള്ളോരുയർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. പ്രിയ സഹോദരരെ, നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, അങ്ങയുടെ മൗതിക ശരീരമായ തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് പാപ്പയെയും രൂപതാധ്യക്ഷൻ ജെയിംസ് ആനാപറമ്പിൽ പിതാവിനെയും മറ്റെല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവജനത്തെ ആത്മീയമായി നയിക്കുവാൻ അവർ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ത്യാഗപ്രവൃത്തികളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭോ പ്രഭോ, പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. നീതിമാനും സർവശക്തനുമായ ദൈവമേ, ക്രിസ്തീയ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തിരുസഭയിൽ നിന്നും അകന്നു പോയിരിക്കുന്ന എല്ലാ സഭാമക്കളുടെയും മേൽ അങ്ങയുടെ കരുണയുടെ കരം നീട്ടണമേ. സഭാമക്കൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വളർന്നു വരുവാനും ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം
രൂപപ്പെടാനും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭോ പ്രഭോ, പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. സമാധാനദാതാവായ ദൈവമേ, സമാധാനമില്ലാതെ വലയുന്ന എല്ലാ കുടുംബങ്ങളെയും രോഗത്താലും ദാരിദ്ര്യത്താലും തൊഴിലില്ലായ്മയാലും കഷ്ടപ്പെടുന്ന എല്ലാവരെയും അങ്ങ് സ്പർശിച്ച് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭോ പ്രഭോ, പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. സ്നേഹപിതാവായ ദൈവമേ, എല്ലാ യുവജനങ്ങളെയും വിദ്യാർത്ഥിനികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ലോകം ഒരുക്കുന്ന ചതിക്കുഴികളിൽ വീഴാതെ തങ്ങളുടെ കഴിവും സമയവും ഫലപ്രദമായി വിനിയോഗിക്കുവാനും ദൈവാശ്രയബോധമുള്ളവരാകുവാനും അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭോ പ്രഭോ, പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. ജീവനും പുനരുത്ഥാനവുമായ ദൈവമേ, ഈ ലോകത്തിൽ നിന്ന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളെയും മേൽ കരുണയായിരിക്കണമെന്നും അവരുടെ പാപങ്ങൾ പുറത്ത് സ്വർഗഭാഗ്യത്തിന് അവരെ അർഹരാക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭോ പ്രഭോ, പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ദാനമെല്ലാം നിന്ദാനമെല്ലാം ദൈവമേ, നിൻ സ്നേഹദാനമെല്ലാം കരുണയായി നീ തന്ന നന്മകളിന്നിതാ കാഴ്ചയണയിക്കാൻ തിരുസന്നിധേ. ദാനമെല്ലാം നിന്ദാനമെല്ലാം ദൈവമേ, നിൻ സ്നേഹദാനമെല്ലാം അവിടുത്തെ തൃപ്പാദം പുൽകുമീദാസരിൽ നിത്യവും നിന്റെ കൃപ ചൊരിയൂ. അവിടുത്തെ തൃപ്പാദം പുൽകുമീദാസരിൽ നിത്യവും നിന്റെ കൃപ ചൊരിയൂ. കരുണാരൂപാ നിൻ തിരുനാമം വാഴ്ത്തി പാടുവാൻ നൽവരം ചൊരിയണമേ. കരുണാരൂപാ നിൻ തിരുനാമം വാഴ്ത്തി പാടുവാൻ നൽവരം ചൊരിയണമേ. ദാനമെല്ലാം നിന്ദാനമെല്ലാം ദൈവമേ, നിൻ
സ്നേഹദാനമെല്ലാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന ബലികൾ സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠമായ ശുശ്രൂഷയുടെ ധർമ്മത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവ്യ രഹസ്യങ്ങളാൽ അങ്ങേ പരിത്രാണത്തിൻ്റെ വിശുദ്ധീകരണം കാരുണ്യപൂർവ്വം ഞങ്ങളിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന 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 ഓസാന. അത്യുന്നതങ്ങളിലോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന 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 ഓസാന. അത്യുന്നതങ്ങളിലോസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവേ, സർവ വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക്
കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. കണ്ണുകളടച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ സ്തുതിപ്പ് തിരുശരീര രക്തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവപിതാവിന് വലിയ ആരാധന നമ്മൾ നൽകുകയാണ്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്നു ആഹാരമിന്നും ഞങ്ങൾ
ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ, ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണം. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വീകരിച്ച ദിവ്യകൂദാശയാൽ ഉന്മേഷഭരിതരും പരിപോഷിതരുമാകുവാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അതുവഴി രൂപാന്തരപ്പെടുവാനും അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിക്കുക. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ.